ഇവർക്ക് നിവിൻ പോളി കാണിച്ചു കൊടുക്കുന്നു, നിൻ്റെ ഹസ്ബൻഡും മോളും മോനും കുട്ടിയും ഇതാ പിന്നെ കണ്ടോ ഇവർ എൻ്റെ അണ്ടറിലാണ്, അതുകൊണ്ട് നീ ഇവൻ്റെ കാശിൻ്റെ കാര്യം ശരിയാക്കണം എന്നുള്ളത് നിവിൻ പോളി പറയുന്നു എന്ന് റിയൽ ലൈഫിൽ ഇവർ പറയുന്നു. ഇതൊരു സിനിമ പോലെയൊക്കെ തോന്നുന്നു. നിവിൻ പോളി വല്ല വില്ലനായിട്ട് കൊണ്ടായിട്ട് അഭിനയിക്കുന്നത്. ഈ നിവിൻ പോളി അതിനു മുമ്പ് താങ്കൾ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ലല്ലോ, ആദ്യമായിട്ട് ഈ റൂമിൽ വരുമ്പോഴല്ലേ കാണുന്നത്? അതെ അതെ. അപ്പോൾ നിവിൻ പോളി വന്ന ഉടനെ ഈ നിവിൻ പോളി ശരിക്കും നിവിൻ പോളി വന്നത് ഈ സുനിലിന് വേണ്ടിയാണോ വന്നത്? അതെ, എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. വന്നിട്ട് എന്താണ് നിവിൻ പോളി നേരിട്ട് താങ്കളോട് ഭയങ്കര ഇവര് പറയണതും പുള്ളിക്ക് ഓരോ ആവശ്യത്തിന് ഫണ്ട് റോൾ ചെയ്യുന്നതും ഒക്കെ ഈ AK സുനിൽ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ പുള്ളി എന്ത് പറഞ്ഞാലും എന്ത് ഹെൽപ്പ് ആവശ്യപ്പെട്ടാലും പുള്ളി അത് ചെയ്തു കൊടുക്കുമെന്നും പറഞ്ഞു. എന്നിട്ട് നിവിൻ പോളി താങ്കളെ ഉപദ്രവിച്ചു. അപ്പം നിവിൻ പോളിയെ പോലെ വലിയൊരു സ്റ്റാറൊക്കെ വന്ന് ഒരു പ്രൊഡ്യൂസർക്ക് വേണ്ടി താങ്കളെ പീഡിപ്പിച്ചതിന് ശേഷം തിരിച്ചു പോകുമെന്ന് കരുതുക സാധ്യമാണോ? എനിക്കൊരു സംശയമാണ്. ഇത് മനുഷ്യരുടെ കാര്യമാണ്, പറയാൻ കഴിയില്ല. ഈ സ്റ്റാർ എന്ന് പറയുന്നത് കേരളത്തിലാണ്. ഈ സ്റ്റാറുകൾ കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ അവർ സ്റ്റാർ അല്ല, അവർ വേറൊരു മനുഷ്യരാണ്. അത് മനസ്സിലാക്കിയവർക്ക് മാത്രമേ അത് ഞാനും കേട്ടിട്ടുണ്ട്. പല കഥകളും നമ്മളതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളിത് കേൾക്കുമ്പോൾ നിവിൻ പോളിയെ പോലെ ഒരാൾ താങ്കളുടെ മുറിയിൽ വന്ന് 3 ദിവസം താങ്കളെ ശാരീരികമായി പീഡിപ്പിക്കത്തക്ക രീതിയിൽ ഒരു കൊട്ടേഷൻ പീഡനം എന്ന് വേണമെങ്കിൽ പറയാമല്ലേ, ആ രീതിയിൽ 3 ദിവസം ആ മുറിയിൽ ചെലവഴിച്ചു എന്നൊക്കെ പറയുന്നതിനകത്ത് സ്വാഭാവികമായും അദ്ദേഹത്തെ ചുരുക്കം ആ മലയാളികൾക്കെല്ലാം നിവിൻ പോളി അറിയാമല്ലോ. ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം അവിടെ ഉണ്ടാവണം ആ ഡിസംബർ മാസത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പീഡനം നടന്ന ദിവസം താങ്കൾ പറയുന്നത് ഡിസംബർ 14, 15, 16 ഞങ്ങളതിൽ നിവിൻ പോളിയെ കൂടി ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ആ ദിവസം ഇദ്ദേഹം അവിടെയാണെന്ന് താങ്കൾ ഉറപ്പിച്ചല്ലോ അല്ലേ, ഡിസംബർ മാസമാണെന്നുള്ള കാര്യം? നമസ്കാരം. നിവിൻ പോളിയുടെ അഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പീഡന പരാതി ഭയങ്കര ഗൗരവമായിട്ടുള്ള പരാതി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ അരുൺകുമാറിൻ്റെ കോഫി വിത്ത് അരുൺ എന്ന പ്രോഗ്രാമിൽ ഈ വിക്ടിമിനെ, അതായത് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ള വിക്ടിം എന്ന് അവർ പറയുന്ന കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ള ആ ലേഡിയുടെ ആയിട്ട് അവർ കോൺടാക്ട് ചെയ്തിട്ടുള്ള ചെറിയൊരു ഏകദേശം 35 മിനിറ്റാണ് ഇയാൾ സംസാരിച്ചിട്ടുള്ളത്. നമ്മുടെ ഡോക്ടർ അരുൺ മൊട്ട ഒരുവിധം പൊരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി എനിക്ക് തോന്നുന്ന ഒരു മണിക്കൂറും കൂടി പുള്ളിയുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പുള്ളിയുടെ കയ്യിൽ കിട്ടുന്ന സെൻസ് പുള്ളി ചോദ്യം ചെയ്യുകയാണെന്നല്ല, പുള്ളി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുജനത്തിന് മനസ്സിലാവും. കേസ് റിലേറ്റഡ് ആയിട്ടുള്ള പൊതുജനത്തിന് ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ എത്ര പേര് ആ വീഡിയോ കണ്ടു എന്നുള്ളത് അറിയില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നിയ ചില സംശയങ്ങൾ നിങ്ങൾക്ക് ക്ലിക്കാവും. വീഡിയോ കാണാത്ത ഒരാളാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വളരെ ക്വിക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്താണ് നിവിൻ പോളിയുടെ യഥാർത്ഥ കേസ് എന്നുള്ളത് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഈ കോഫി വിത്ത് അരുൺ, അതുപോലെ ഇവർ പുറത്തേക്ക് പറഞ്ഞിട്ടുള്ള മീഡിയയിൽ വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്താണ്. മനസ്സിലാക്കാനും കണക്ട് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വിഷയം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കാണാം, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിവിൻ പോളി കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. ഓക്കെ, കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ ആ ലേഡിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അതല്ല, നിവിൻ പോളി കുറ്റക്കാരനല്ല എന്ന് വിചാരിക്കുക. നിവിൻ പോളി ഇതിൽ എവിടെയോ നിരപരാധിയാണോ എന്നെനിക്ക് ചെറിയൊരു സംശയം തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. വെറുതെ അങ്ങോട്ട് എടുത്തിട്ട് നിവിൻ പോളി എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് നിവിൻ പോളി കുറ്റക്കാരനല്ല എന്ന് പറയല്ല. കാരണം വെച്ചാൽ ഇവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതിൽ നടന്നിട്ടുള്ള സംഗതികൾ, പ്രത്യേകിച്ച് സാഹചര്യങ്ങളുണ്ടല്ലോ, എന്ത് സാഹചര്യത്തിലാണ് നിവിൻ പോളി അവിടെ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാൻ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഈ റിലേറ്റഡ് കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും എവിടേക്കോ ഒരു 60-40, 50-50, 60-40 വരുന്ന സമയത്ത് നിവിൻ പോളിയുടെ ഭാഗം നിൽക്കാൻ തോന്നും. ഓക്കെ, അല്ലെങ്കിൽ ഒരു 70-30 നിൽക്കാൻ തോന്നും. പക്ഷേ നമുക്കറിയില്ല, ഒരാളുടെയും പേഴ്സണൽ ലൈഫ് നമുക്കറിയില്ല. താരങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞ പോലെ തന്നെ ഇവരെ താരകങ്ങളൊന്നും ഷൈൻ ചെയ്യുന്നില്ല, ചന്ദ്രൻ തോന്നും അല്ല എന്നുള്ള കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെയാണല്ലോ. അതുകൊണ്ട് ഇവരുടെയൊക്കെ പേഴ്സണൽ ലൈഫ് എന്താണെന്നുള്ളതോ ഇവരുടെയൊക്കെ വൈകൃതങ്ങളും താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ, പിന്നെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു പ്രത്യേക സ്ഥലത്തായിരുന്നു, ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളിൽ ബിസി ആയിരുന്നു. അപ്പോൾ അവിടുന്ന് കിട്ടിയിട്ടുള്ള കുറേ ഇൻഫർമേഷനും കാര്യങ്ങളൊന്നും നമ്മളതൊന്നും ഷെയർ ചെയ്യുന്നില്ല. ഇപ്പോൾ അതിന് പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്കും തന്നെ അതാണ് ഞാൻ ആ 70-30 അല്ലെങ്കിൽ 60-40 എന്നുള്ളൊരു സംഗതി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കേസ് ഇങ്ങനെയാണ് വരുന്നത്. നിവിൻ പോളിക്കെതിരെ ഒരു ലേഡി പരാതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
അവരുടെ ഹസ്ബൻഡിൻ്റെ വീട് മറ്റേ ഈ ഇടുക്കി, തൊടുപുഴ, മൂവാറ്റുപുഴ അടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇവർ ഗൾഫിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇവർ ഗൾഫിൽ വർക്ക് ചെയ്ത സമയത്താണ്, അല്ലെങ്കിൽ ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്താണ് നിവിൻ പോളിയും സംഘവും. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഞാനിപ്പോൾ തമാശയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ച കഴിയുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് പെരിഞ്ചീരകം അല്ലെങ്കിൽ ഗരം മസാല ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 കറിവേപ്പിൻ്റെയും ഒരു പച്ചമുളകും കീറിയിട്ടിട്ട് എന്ന് ഇളക്കി കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കി വെച്ച കറിയുടെ വിധം മാറും. അതിൻ്റെ ആ ഒരു മട്ടും ടേസ്റ്റൊക്കെ സംഭവമൊക്കെ ആകാൻ മാറും. നമ്മൾ ആദ്യം ഉണ്ടായ സംഗതി ആയിരിക്കില്ല അത്. അതുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിവിൻ പോളി എന്ന് പറഞ്ഞൊരു പേര് ഈ ഒരു കേസിലേക്ക് വന്നു, അല്ലെങ്കിൽ വരുത്തുകയോ എന്തോ ആയിക്കോട്ടെ, ഞാൻ ആരും ഇതാൻ പറയണമെന്ന് നമുക്ക് കാര്യങ്ങളറിയില്ല എന്ന് കേട്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ, എനിക്ക് തോന്നുന്ന സംഭവം. ഓക്കെ, അപ്പോൾ നിവിൻ പോളി എന്നൊരു പേര് ഇതിലേക്ക് വരുന്നതോടുകൂടി ഈ കേസിൻ്റെ സിറ്റുവേഷൻ കംപ്ലീറ്റ് മാറിപ്പോയി എന്നുള്ളതാണ് ഈ ഒരു സംഗതി. ഇവർ അവരുടെ ഫ്രീലാൻസ് വിസ, അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിട്ടാണ് സംസാരിക്കുന്നത്. ഇവർ അവരുടെ ഫ്രീലാൻസ് വിസയിൽ ദുബായിൽ വർക്ക് ചെയ്യുന്നു, ബേബി സിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ കെയർ ഗിവർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അതായത് ഈ അങ്ങനെ ഉണ്ട്. ഞാൻ 15 വർഷം ദുബായിൽ നിന്നതാണ്. റിഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് ഫ്ലോറ ക്രീക്ക് ഹോട്ടലിൽ വെച്ചിട്ടാണ് ആദ്യം നടക്കുന്നത്. പിന്നീട് റിഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ റിഗ എന്താണ്, റിഗയുടെ സ്വഭാവം എന്താണ്, ആ ദൈറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഈ ബനിയ സ്ക്വയർ ആ ഭാഗത്തുള്ള ആൾക്കാർ എന്തൊക്കെ ആൾക്കാരാണ്, എന്താണ് അവിടുത്തെ സ്വഭാവം എന്നുള്ളത് ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഞാൻ പറയാതെ തന്നെ ദയവായി നിങ്ങൾ മനസ്സിലാക്കുക. കാരണം വെച്ചാൽ ഞാൻ ആരുടെയും ക്യാരക്ടർ അസോസിയേഷനോ കാര്യങ്ങളോ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ചില ഏരിയകളുണ്ട് ഗൾഫിൽ താമസിക്കുന്നുള്ള, അവിടെ താമസിക്കുന്ന ഏരിയ പ്ലസ് അവർ താമസിച്ചിരുന്ന ചില സിറ്റുവേഷൻസ് വെച്ച് നോക്കുന്ന സമയത്ത്, ഇപ്പം ഞാനൊന്നും അവിടെ ദുബായിൽ ഇപ്പോൾ 15 വർഷം ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഫാമിലിയായിട്ട് താമസിച്ചിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ അല്ല. ഓക്കെ, അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇവരവിടെ കെയർ ഗീവറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇവർക്ക് യൂറോപ്പിലേക്ക് ഗൾഫിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഇവർ നോക്കുന്നു. സ്വാഭാവികമായിട്ടും ദുബായിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് അങ്ങനെ നോക്കുന്നുണ്ട്. കാരണം ബിക്കോസ് ഇറ്റ്സ് ഈസിയർ ഫ്രം ദെയർ, അവിടുന്ന് പോകാൻ കൂടി എളുപ്പമാണ്. പിന്നെ നമ്മൾ ഈ മണി കൺവേർഷൻ നോക്കുന്ന സമയത്ത് ഈ ഒരു ഇന്ത്യൻ റുപ്പിയായിട്ടുള്ള കൺവേർഷൻ അല്ലല്ലോ ഡോളറായിട്ടും കാര്യങ്ങളായിട്ടും വരുന്നതൊക്കെ. ഓക്കെ, പൗണ്ടായിട്ടൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ ഒന്നും കൂടി നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ ശ്രേയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് 3 ലക്ഷം രൂപ യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 3 ലക്ഷം രൂപ ഇവർ കൊടുക്കുന്നു. ഓക്കെ, ആ പൈസ കൊടുക്കുന്നു. ഇവർക്ക് യൂറോപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻ വരുന്നു. ആ സിറ്റുവേഷനിൽ ഇവർ ശ്രേയയെ നിരന്തരമായിട്ട് ഈ പൈസയ്ക്ക് വേണ്ടി ബന്ധപ്പെടുന്ന സമയത്ത് ഇവർക്ക് ഈ പൈസ കിട്ടുന്നില്ല. ഫൈനലി ഇവർ പറഞ്ഞൊരു വേർഷൻ ഉണ്ടോ, ഫൈനലി ഈ ശ്രേയ എന്ന് പറഞ്ഞ ലേഡി പറയുന്നു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ദുബായിൽ ദേറ ബനിയാസ് റോഡിൽ ബനിയാസ് സ്ക്വയറിൽ സിറ്റി സെൻറ്ററിൻ്റെ അടുത്ത് ഫ്ലോറ ക്രീക്ക് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാർ ഹോട്ടലുണ്ട്. അത്യാവശ്യം വലിയ ഹോട്ടലാണ്. ഓക്കെ, അവിടെ ഇതുപോലുള്ള ഫിലിം സ്റ്റാർസും ഇവരൊക്കെ വന്ന് നിൽക്കുന്നൊരു ഹോട്ടലാണ്. ഈ ഹോട്ടലിലേക്ക് AK സുനിൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡ്യൂസർ, അതായത് വിജയ് സൂപ്പറും പൗർണമിയും പിന്നെ വേറെ ഏതോ ഒരു മൂവിയും കൂടി, 2 മൂവിയാണ് ഞാൻ നെറ്റ് നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെ ആളാണെന്ന് വിചാരിക്കുന്നു കേട്ടോ, എനിക്കറിയില്ല. നമുക്ക് കണ്ടപ്പോൾ അയാളതിൻ്റെ പ്രൊഡ്യൂസറിനുണ്ട്. നെറ്റിൽ ഞാൻ അവിടെ IMDb-യിലൊക്കെ കണ്ടത്. അപ്പോൾ AK സുനിൽ എന്നിവർ പറയുന്ന ഒരു വ്യക്തി അവിടെ വരുന്നു. പിന്നീട് അറിയുന്നു ഈ AK സുനിൽ എന്ന് പറഞ്ഞ വ്യക്തി പ്രൊഡ്യൂസർ മാത്രമല്ല, പല പ്രൊഡക്ഷൻ്റെ ഇതിലേക്കും ഫണ്ടിങ്ങിലേക്ക് ഇതിലൊക്കെ ഫൈനാൻസ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് ഒക്കെ പറയപ്പെടുന്നതിൽ. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി അവിടെ വരുന്നു. ഈ വ്യക്തിയെ വന്ന് കാണാൻ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നിനക്ക് സിനിമയിൽ ഒരു ചാൻസ് കിട്ടും എന്ന് ഈ ലേഡിയോട് ശ്രേയ എന്ന് പറഞ്ഞ ലേഡി പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഫ്ലോറ ക്രീക്ക് ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സിൽ ഈ സ്ത്രീയെ കാണാൻ ചെല്ലുന്നു. ഫ്ലോറ ക്രീക്ക് ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സ് ഡെഫിനറ്റ്ലി 2023 ഡിസംബർ നവംബർ കാലഘട്ടങ്ങളിൽ നടക്കുമ്പോൾ അവിടെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ അവിടെ നിവിൻ പോളി എന്ന് പറഞ്ഞ വ്യക്തി ഇതുവരെ ഒന്നും പിക്ചറിലില്ല കേട്ടോ. ഇതൊക്കെ ഇന്നിപ്പോൾ നിവിൻ പോളി എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും നിവിൻ പോളി എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ പിക്ചറിലൊന്നുമില്ല. എപ്പോഴാണ് വരുന്നതെന്നുള്ളത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഇവരവിടെ ചെന്ന് സംസാരിച്ച് ഇവർ 2 പേരും കൂടി റൂമിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ നിന്നാണ് ഫസ്റ്റ് ആക്രമിക്കപ്പെട്ടതെന്ന് പറയുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചു പറഞ്ഞപ്പോൾ ഇവർക്കറിയാം മൂവി ഫീൽഡ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ ചില സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. ഒരു പക്ഷേ ചിലപ്പോൾ അവർ റെഡി ആയിട്ടാണോ എന്നുള്ള സംഭവം അറിയില്ല, നമുക്ക് കാര്യങ്ങളറിയില്ല. പക്ഷേ സംസാരത്തിൽ നിന്ന് ഏകദേശം നിങ്ങളും ഊഹിച്ചെടുക്കുക, എൻ്റെ സംസാരത്തിൽ ഞാനും ഏകദേശം ഒരു സംസാരത്തിൽ നിന്ന് ഊഹിച്ചെടുത്ത് ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഇവർ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ള കാര്യങ്ങൾ അവർക്കറിയാം. എന്നിട്ട് അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു, ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കുന്നു AK സുനിൽ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അത് കഴിഞ്ഞ ശേഷം ഇവരോട് അതിക്രമം കാണിക്കുന്നു, ബലമായിട്ട് ഇവരുടെ ഫോഴ്സ്ഫുള്ളി ഇവരെ ആക്രമിക്കുന്നു, ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നു എന്നുള്ള സിറ്റുവേഷനാണ് അവിടെ ഉണ്ടാവുന്നത്. ഇങ്ങനൊരു സംഭവം നടക്കുന്നു. പരസ്പരമായിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് സെൻറ്റൻസസിനും സംഗതികൾക്കൊന്നും കണക്ഷൻ ഇല്ല. ഇടയ്ക്ക് അരുൺ കയറി ഇൻറ്ററപ്റ്റ് ചെയ്തിട്ട് പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ആ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ വെർത്താണ് 35 മിനിറ്റ്. കാരണം വെച്ചാൽ അയാൾ ഇതൊക്കെ തന്നെയാണെങ്കിൽ കൂടി അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ റെലവൻ്റ് ആണ്. മാധ്യമങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് കുറ്റം പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ കൊണ്ടുവന്ന് തന്നെ അവർ തന്നെ TRPക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അവർ തന്നെ അതിൻ്റെ മുള്ളെടുത്ത് കളയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു സംഗതിയിൽ കാണുന്നുണ്ട് കേട്ടോ. എസ്പെഷ്യലി
ഇന്നലെ നിവിൻ പോളിയുടെ ആ പത്രസമ്മേളനം കഴിഞ്ഞ ശേഷം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. അതിൽ തന്നെ നിവിൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നിവിൻ്റെ ആ കോൺഫിഡൻസ് എന്നുള്ളത് രണ്ട് പോസിബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഒന്നൊരു ടെലിഫോൺ വിഷയമാണ്, രണ്ടാമത് ഒരു പക്ഷേ ചിലപ്പോൾ ഇയാൾ ഇതിലൊന്നും ഇല്ല എന്നുള്ളൊരു സംഭവം. മനസ്സിലായില്ലേ? ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഇയാളിതിലേക്ക് വരേണ്ട ഒരു സാഹചര്യം എന്തുകൊണ്ടോ എവിടെയൊക്കെ എനിക്കും പേഴ്സണലി അറിയില്ല, നമുക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ചെറിയ കശപിശ ഒരു തമ്മിലുണ്ടാവുന്നു. ഈ പ്രശ്നത്തിലിടയ്ക്ക് ഈ AK സുനിൽ എന്ന് പറയുന്നവരുടെ വൈഫ് ഫോൺ ചെയ്യുന്ന സമയത്ത് വൈഫ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നു. വൈഫും AK സുനിലും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്ന് പറയുന്നു. ഓക്കെ, അവിടെ ഒരു ബ്രേക്ക് വരെയാണ് കോൺവെർസേഷനിൽ ഇവർ പറയുന്ന കാര്യങ്ങളിൽ. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർക്കെതിരെ കുറേ ആൾക്കാർ ചേർന്ന് പീഡനം നടത്തുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആരോട് ചോദിക്കുന്നുണ്ട്, പീഡനം നടന്ന അവിടെ നിന്നാണ് ചോദിക്കുമ്പോൾ അല്ല, എൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്ലാറ്റിലേക്ക് എങ്ങനെ വന്നു എന്ന് അവരോട് ചോദിക്കുന്ന സമയത്ത് അവരുടെ ഫ്ലാറ്റ് റിഗ്ഗയിലാണ്. ഓക്കെ, റിഗ്ഗയിൽ ഇവർ താമസിക്കുന്ന സമയത്ത് ഇവർ വീണ്ടും ശ്രേയ എന്ന് പറഞ്ഞ ലേഡിയായിട്ട് ബന്ധപ്പെടുത്തും. അപ്പോൾ അവരോട് ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിങ്ങൾ എത്രയധികം പീഡിപ്പിച്ച് ഇയാളുടെ മുന്നിൽ കൊണ്ടുവരും ഇങ്ങനെ ആളെ വെച്ച വ്യക്തിയെ പിന്നെ എന്തിനാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നു ചോദിക്കുന്ന സമയത്ത് പറയുന്നത് നമുക്ക് പിന്നെ എന്താ പറയുക, കാശ് 3 ലക്ഷം രൂപ തരാനുള്ള ആളല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അവർ പിന്നെയും കണക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് ഈ ശ്രേയ എന്ന് പറയുന്ന ലേഡി ചോദിക്കുന്നു, നിങ്ങൾക്ക് എൻ്റെ ഫ്ലാറ്റിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ അവിടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് എനിക്ക് ഫ്ലാറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് ഇവർ ഒബ്വിയസ്ലി ഇവർക്ക് നോ പറയാമായിരുന്നു, പക്ഷേ അവർ എന്തുകൊണ്ടോ അവർ ഓക്കെ പറയുന്നു. അവർ എന്നിട്ട് ആ ലാൻഡ് ലോഡിൻ്റെ നമ്പർ കൊടുക്കുന്നു. ഈ ശ്രേയ എന്ന് പറഞ്ഞ ലേഡി അതിൻ്റെ ലാൻഡ് ലോഡായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവരുടെ റൂമിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് റൂം എടുക്കുന്നു. ഈ റൂം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പെട്ടെന്ന് ഇപ്പോൾ ശ്രേയ അവിടെ താമസിക്കുന്നു, ഇവരും താമസിക്കുന്നു. എന്താണ് ഇവരുടെ പരിപാടി ജോലികൾ എന്നൊക്കെ നമുക്കറിയില്ല. ഓക്കെ, നമ്മൾ പറയുന്നില്ല. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിൽ ഒരു കെയർ ഗീവർ ആണെന്നൊക്കെ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിലും അവർക്കൊരു എംപ്ലോയർ ഉണ്ട്, അവർക്കൊരു വിസ സ്പോൺസർ ഉണ്ടൊക്കെ ഉണ്ടെന്നൊക്കെ സംഗതികളുണ്ട്. കാരണം ദുബായ് ആണ്, UAE ആണ്. ഈ കണ്ട കളികളൊന്നും ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അവിടെ പറ്റില്ല. അതൊക്കെ സംഗതി വളരെ ക്ലിയർ റെക്കോർഡായിട്ടാണ് പോകുന്നതെങ്കിലും ഇപ്പോൾ ചില ഏരിയകളിൽ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനത്തെ പല സംഗതികളും അവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ പല പോലീസുകാർക്ക് അവിടെ അറേഞ്ച് ചെയ്യുക, അറിഞ്ഞുകൊണ്ട് റെയ്ഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ സംഭവങ്ങളും UAE താമസിക്കുന്നവർക്ക് ഒരുവിധം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഒരു ദിവസം ഒരു റൂമിലേക്ക് എല്ലാവരും ഈ ഒരു 4-5 ഏതോ കുട്ടൻ ചട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാർ. ഓക്കെ, 3 ദിവസമാണ് അവിടെ പീഡനം ഉണ്ടായിരുന്നു പറഞ്ഞു. 3 ദിവസം നിവിൻ പോളി ഉണ്ടായിരുന്നു ആദ്യം ഒരു പറഞ്ഞു, പിന്നെ പറഞ്ഞു ആദ്യത്തെ ദിവസം നിവിൻ പോളി ഉണ്ടായിരുന്നില്ല, പിന്നെ 2 ദിവസം നിവിൻ പോളി അവരുടെ ഫ്ലാറ്റിലുണ്ടായിരുന്നു അത്രേ. നിവിൻ പോളി അപ്പം മനസ്സിലാക്കേണ്ടത് റിഗ്ഗ എന്ന് പറഞ്ഞ കൺജസ്റ്റഡ് ആയിട്ട് എല്ലാവരും കൂടി താമസിക്കുന്ന അത്ര വലിയൊരു സുഖമില്ലാത്ത ഏരിയ ആയിട്ടുള്ള സ്ഥലത്തേക്ക് നിവിൻ പോളി എന്നൊരു സ്റ്റാർ. അപ്പോഴും പറയുന്നുണ്ട് ഇവരൊക്കെ ജീവിതത്തിലും സ്റ്റാറല്ല, ഇവരൊക്കെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ കണക്ഷൻസാണ്, ഇവരൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ്. നമ്മൾ സിനിമയെ കാണുമ്പോൾ മാത്രമേ ഇവർ സ്റ്റാർ ഉള്ളൂ. കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവരൊന്നും സ്റ്റാർ അല്ല. ദുബായിലേക്ക് വരുന്ന സമയത്ത് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അവർക്ക് പല ആൾക്കാരും പറയുന്നത് നമുക്ക് അതിൻ്റെ സിറ്റുവേഷൻ അറിയില്ല. ഇവർ റൂമിലേക്ക് ഇവർ കയറി വന്നതിന് ശേഷം നീ സുനിലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ പഴയ പൈസയുടെ പ്രശ്നത്തിൻ്റെ ബാക്കി ഇനിയിപ്പോൾ എന്തോ കശപിശ നടന്നതിൻ്റെ ബാക്കിയാണോ എന്നുള്ളത് അറിയില്ല. ഭാര്യ അറിഞ്ഞോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതാണോ എന്നുള്ളത് അറിയില്ല. ഇവർ തമ്മിൽ അവിടെ അടിപിടിയും പ്രശ്നങ്ങളുണ്ടാകുന്നു. ഈ സ്ത്രീയെ കെട്ടിയിട്ടിട്ട് അവർ പീഡിപ്പിക്കുന്നു. അവർ 3 ദിവസം ഇവർക്ക് ഭക്ഷണം വെള്ളം കൊടുക്കുന്നില്ല. ഈ 3 ദിവസവും മയക്കുമരുന്ന് കലക്കിയിട്ടുള്ള വെള്ളം മാത്രം കൊടുക്കുന്നു. എല്ലാവരും ഒരുമിച്ച് അടിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ സെക്കൻഡ് ഡേ ഫസ്റ്റ് ഡേ ഇവർ നിർത്താതെ അവർ ശാരീരികമായി പീഡിപ്പിക്കുന്നു, ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേ നിവിൻ പോളി വരുന്നു. നിവിൻ പോളിയുടെ എൻട്രി, ഇവർ ജീവിതത്തിൽ നിവിൻ പോളിനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി വന്നത് നിവിൻ പോളിനെ ആയിരിക്കും, അറിയില്ല നമുക്ക് കേട്ടോ. ഇവർ പറയുന്ന പ്രകാരം നമുക്ക് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഇവരുടെ സംസാരം കേൾക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ നിവിൻ പോളിനെ അല്ലേ വന്നത് നമുക്ക് എനിക്ക് സംശയം തോന്നി. അരുണും ഒക്കെ ചോദിച്ചു. അരുൺ ആ ഒരു ചോദ്യത്തിൻ്റെ ക്ലിപ്പാണ് നിങ്ങൾ ഫസ്റ്റ് ഇട്ടിട്ടുള്ളത്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിവിൻ പോളി വരുന്നു. നിവിൻ പോളി വന്നതിന് ശേഷം നിവിൻ പോളി പറയുന്നു, എനിക്ക് ഈ AK സുനിൽ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ടുള്ള കണക്ഷൻസും ഞങ്ങൾ തമ്മിലുള്ള ഡീലിങ്സും എനിക്ക് ഇതിനൊക്കെ ഫിലിമിനെ കണ്ട് ഫൈനാൻസ് ചെയ്യുന്ന വ്യക്തിയാണ് ഈ AK സുനിൽ. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ പ്രകാരം ആണ് നിവിൻ പോളിനെ ഒരു ഗുണ്ടായിട്ടാണ് അവിടെ പോയത്. ഇപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു നിവിൻ പോളി ഒരു ഗുണ്ടാ പരിവേഷമായിട്ട് മറ്റേ പ്രേമത്തിൽ മറ്റേ ചങ്ങനെ അൽഫോൺസ് പുത്രനെ തല്ലാൻ പോണ സിറ്റുവേഷനിൽ മീശയൊക്കെ പിരിച്ച് പോന്നിട്ടുള്ള നിവിൻ പോളി ആ ഒരു പോക്കാണ് ഇവരുടെ ഫ്ലാറ്റിലേക്ക് പോയത്. അവർ പറയുന്നു കേട്ടോ, നമ്മൾ അവർ കളിയൊക്കെ ഒന്നുമല്ല, നമുക്ക് സിറ്റുവേഷൻസും കാര്യങ്ങളും അറിയില്ല. ഇവരോട് പറഞ്ഞിട്ടുള്ള അവരുടെ അനുഭവം വെച്ചിട്ട് മാത്രമാണ് പറയുന്നത്. അങ്ങനെ നിവിൻ പോളി അവിടെ എത്തുന്നു. അവിടെ എത്തിയതിന് ശേഷം ഈ ലേഡിയെ നിവിൻ പോളിയും ചേർന്നിട്ട് ചെയ്യുന്നു, മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഓൺ ദ സെയിം ടൈം ഇവരുടെ ഹസ്ബൻഡും കുട്ടിയും ഇവർ നേര്യമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹസ്ബൻഡിൻ്റെ വീട്. അവിടെ ഹസ്ബൻഡ് അവിടെ നിൽക്കുന്നു. ആ ഹസ്ബൻഡിനെ ഇവർക്ക് വിളിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇവർ ഫോൺ എടുക്കുന്നുണ്ട്. സോണിയുടെ ഫോൺ എടുത്തിട്ട് എടുത്തിട്ടാണ് ഇവർ നിവിൻ പോളി എല്ലാവരും കൂടി ഇരിക്കുന്ന ഫോട്ടോസ് എടുക്കുന്നുണ്ട് അവരുടെ ഫോണിൽ. ആ ഫോൺ ഇവർ കൊണ്ടുപോയി, നിവിൻ പോളിയും ടീമും കൊണ്ടുപോയി ഇത്രേ. എന്നിട്ട് അതിന് പുറമെ ഇവർ വേറൊരു സംഭവം കൂടി വളരെ വിചിത്രമായിട്ട് ഇവരുടെ റൂമിൽ, അതായത് നേര്യമംഗലത്തുള്ള വീട്ടിൽ റൂമിൽ ഇവർ അതിക്രമിച്ച് കിടന്നിട്ട്, അതായത്
ഹസ്ബൻഡ് വീട് പൂട്ടി പോയ സമയം നോക്കി താക്കോല് ഹസ്ബൻഡ് എവിടെ വെക്കുന്നു എന്നുള്ള താക്കോല് നോക്കി ആ താക്കോൽ എടുത്ത് അതിക്രമിച്ചിട്ട് നാട്ടിലുള്ള ഗുണ്ടകൾ കയറി അവരെ ബെഡ്റൂമിനകത്ത് CCTV ഫിക്സ് ചെയ്തിട്ട് ആ CCTVയുടെ അവരുടെ വൈഫൈൻ്റെ ഇതിൻ്റെയും പാസ്വേഡും കാര്യങ്ങളും ഹാക്ക് ചെയ്ത് പറയുന്നത് വെച്ചാൽ കഥ പോലെ തോന്നുന്നുണ്ടല്ലേ ഞാൻ പറയുമ്പോൾ സത്യമാണ് അവർ പറഞ്ഞെങ്ങനെയാണ് കേട്ടോ, സത്യമാണെന്നല്ല അവർ പറഞ്ഞതാണ്. അതായത് അവർ ഒരു മെസ്സേജ് അയക്കുന്നു, എന്നിട്ട് അവരുടെ വൈഫൈയും ഫോണും കംപ്ലീറ്റ് CCTVയും എല്ലാം ഹാക്ക് ചെയ്യുന്നു. ഹാക്ക് ചെയ്തതിന് ശേഷം ഇവർക്ക് നിവിൻ പോളി കാണിച്ചു കൊടുക്കുന്നു. നാട്ടിലിരിക്കുന്നവൻ്റെ ഹസ്ബൻഡും വൈഫും കൂടി കണ്ടോ, ഇതാ നിൻ്റെ ഹസ്ബൻഡും വൈഫല്ല, നിൻ്റെ ഹസ്ബൻഡും മോനും കുട്ടിയും ഇതാ പിന്നെ കണ്ടോ ഇവർ എൻ്റെ അണ്ടറിലാണ്, അതുകൊണ്ട് നീ ഇവൻ്റെ കാശിൻ്റെ കാര്യം ശരിയാക്കണം എന്നുള്ളത് നിവിൻ പോളി പറയുന്നു എന്ന് റിയൽ ലൈഫിൽ ഇവർ പറയുന്നു. ഇതൊരു സിനിമ പോലെയൊക്കെ തോന്നുന്നു. നിവിൻ പോളി വല്ല വില്ലനായിട്ട് കൊണ്ടായിട്ട് അഭിനയിക്കുന്ന സിനിമ പോലെ തോന്നുന്നു. എന്താണെന്നുള്ള അറിയില്ല, നിവിൻ പോളി ആണെന്ന് അവർ പറഞ്ഞത്. അങ്ങനെ നിവിൻ പോളി ഈ ഒരു സംഗതി കാണിക്കുന്നു, ഈ ഫോട്ടോ ഇത് പിന്നെ മറ്റേ അവരവിടെ നിൽക്കുന്നത്. ഓക്കെ, പിന്നെ അവരെന്നെ ആ CCTV അഴിച്ചുകൊണ്ട് ഈ തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർ പറയുന്നത്. അങ്ങനെ 2 ദിവസം 3 ദിവസം ഇവരെ ഭക്ഷണം വെള്ളമൊന്നും ഇല്ലാതെ വെറും മയക്കുമരുന്നിൻ്റെ വെള്ളം മാത്രം കലക്കി കൊടുത്തിട്ടുള്ള പീഡിപ്പിക്കുന്നു, ഇവരെ ലൈംഗികമായിട്ട് ഇവരെ പീഡിപ്പിക്കുന്നു, ചൂഷണം ചെയ്യുന്നു, ഇവരെ ഒഴിവാക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ചക്കം കിട്ടിയ സമയത്തോ സെക്കൻഡ് നമ്പറിൽ എവിടുന്നോ ഹസ്ബൻഡിനെ വിളിച്ച് അറിയിക്കുന്നു. ഹസ്ബൻഡ് ഇതൊന്നും അവർ പറയുന്നില്ല, അതൊന്നും ഒരു ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടില്ല. ഹസ്ബൻഡിനോട് പറഞ്ഞ് ഇവർ രക്ഷപ്പെട്ട് നാട്ടിലെത്തിയതിന് ശേഷമാണ്. അങ്ങനെ December 17 തോന്നുന്നുണ്ട് 2023. അങ്ങനെ ഡേറ്റിംഗ് കയറില്ല കേട്ടോ, സംശയമുണ്ട്. അപ്പോൾ തന്നെ തോന്നുന്നുണ്ട്. അങ്ങനെ ഇവർ ഹസ്ബൻഡിനെ വിളിച്ച് വിവരം അറിയിക്കുന്നു. ഹസ്ബൻഡ് അവിടുന്ന് പോകുന്നതിന് ശേഷം ഹസ്ബൻഡ് ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, ഹസ്ബൻഡ് അവിടെയുള്ള ഒരു കസിനെ വിളിച്ച് പറയുന്നു. കസിനോട് പറയുന്നു വൈഫിന് ശ്വാസം മുട്ടലാന്ന് പറയുന്നു. അങ്ങനെ ശ്വാസം മുട്ടലുള്ള ലേഡീനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് അപ്പോഴും മറ്റൊരു റൂമിൽ ലോക്ക്ഡൗൺ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇവർ റൂമിൽ ലോക്ക് ചെയ്ത് പീഡിപ്പിക്കുന്ന സമയത്ത് എങ്ങനെ ഇവരുടെ കസിൻ വന്ന് രക്ഷിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞ മറുപടി ഇതാണ്: ഇവർ ഹസ്ബൻഡിനെ വിളിക്കുന്നത് അവർ അറിഞ്ഞിട്ടുണ്ട്, അതോടുകൂടി അവർ റൂം പൂട്ടിയിട്ട് അപ്പുറത്ത് മാറി നിന്നു, അവരെ ഫ്ലാറ്റിലേക്ക് പോയി എന്നൊക്കെ പറയുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഈ രക്ഷിക്കാൻ വരുന്ന കസിൻ ഇവരെ കണ്ടിട്ട് 3 ദിവസം കെട്ടിയിട്ട് ഭക്ഷണം വെള്ളം ഇല്ലാതെ മയക്കുമരുന്നിൻ്റെ ഇത് മാത്രം കൊടുത്തിട്ട് പീഡിപ്പിച്ചു എന്നുള്ള ഒരു സംഗതി ആ കസിന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. എനിക്കും തോന്നിപ്പോയി അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് എനിക്ക് ശ്വാസം മുട്ടലുള്ള ഒരു വ്യക്തിക്ക് സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഇവരെ കണ്ട് എന്നുള്ള രീതിയിൽ അവർ പറയുന്നു. ഇങ്ങനെ ഇവരെ രക്ഷിച്ച് അവിടുന്ന് കൊണ്ടുപോകുന്നൊരു സ്ഥിതി. ഒരു കാര്യമുണ്ട്, ഇവർ 3 ദിവസം മയക്കുമരുന്നിന് ഇതിലാണ് അവർ മര്യാദയ്ക്ക് ഹാലൂസിനേറ്റഡോ എന്തോ ആണ്, അവർക്ക് ഇതില്ല ബോധമില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർ കണ്ടത് നിവിൻ പോളിനെ തന്നെയാണോ, നിവിൻ പോളിയെ തോന്നിയതാണോ, അതും നമുക്കറിയില്ല. നമുക്കിതിൻ്റെ സത്യാവസ്ഥകളും കാര്യങ്ങളൊന്നും അറിയില്ല. ഇവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന് ശേഷം ഇവർ പുറത്തെത്തിയതിന് ശേഷം നാട്ടിലെത്തിയ ഹസ്ബൻഡിനോട് പറയുന്നു. പറഞ്ഞതിന് ശേഷം ഇവർ പോലീസിൽ കേസ് കൊടുക്കുന്നു. ഇവരെ പേരിൽ ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹണി ട്രാപ്പ് കപ്പിളാണെന്നുള്ള രീതിയിൽ തിരിച്ചൊരു അലിഗേഷനോ സോഷ്യൽ മീഡിയയിലുള്ള ഡിഫെയിമിങ് അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ സംഭവങ്ങൾ പറഞ്ഞാൽ എന്താണെന്നുണ്ടെങ്കിലും അവർ കോതമംഗലം ഏതൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു. പോലീസ് സ്റ്റേഷൻ ഓർമ്മയില്ല, വേറെ ഏത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു. അവർ ഗൗനിക്കുന്നില്ല, അവർ വരെ ഒഴിവാക്കി വിടുന്നു, അവർ മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഹേമ കമ്മീഷനും പരിപാടിയും സംഗതികളൊക്കെ വന്ന സമയത്ത് അതിന് ശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇങ്ങനത്തെ സംഗതികൾ വന്നപ്പോഴാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സംഗതികൾ. ഇതിൽ നിവിൻ പോളി എവിടെ കുറ്റക്കാരനുണ്ടോയെന്ന് എനിക്കറിയില്ല, നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പോസിബിലിറ്റീസ് മാത്രം പറയുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇതാക്കരുത്. ഞാൻ എൻ്റെ ചിന്ത നമ്മൾ നോർമൽ ലേമൻ അല്ലേ, സാധാരണക്കാരുടെ സിറ്റുവേഷനിൽ നമ്മൾ ചിന്തിച്ച് പോകുമ്പോൾ സംസാരിക്കുന്ന ഒരു കാര്യത്തിലാണ്. നിവിൻ പോളിക്ക് പല കണക്ഷൻസ്, നിവിൻ പോളി നല്ല ഏതെങ്കിലും ഒരു ആക്ടർക്ക് ഇത്രയധികം കണക്ഷൻസ് ഉണ്ട്, ഇവരവിടെ പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു ലേഡി ആണെങ്കിൽ അവരുടെ മോറൽ സൈഡ് ചോദ്യം ചെയ്യല്ല, അങ്ങനെ ആണോ? അപ്പോൾ ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കും തന്നെ കേസും കൂട്ടത്തിൽ നമ്മൾ വെറുതെ കക്ഷി ചേർക്കപ്പെടണ്ടല്ലോ. അപ്പോൾ നമുക്കറിയില്ല, ഇത് നിങ്ങൾ ഊഹിച്ചെടുക്കുക സംഭവങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ. കമൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിവിൻ പോളിക്ക് സപ്പോർട്ടാണ്, മറ്റൊരു എതിരായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സംഗതികൾ. ഒരു കാര്യം ഷുവറാണ്, പിന്നെ നമ്മൾ തെറ്റ് ചെയ്തോ ചെയ്തില്ല തെളിവ് ഇല്ലാഞ്ഞിട്ടാണോ എന്ത് സംഭവം എന്നറിയില്ല. അതൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ അതൊക്കെ ആൾക്കാർ എന്താ പറയുക നിയമമൊക്കെ ഡിസൈഡ് ചെയ്യട്ടെ. കാരണം ഒരു കാര്യത്തിലേ പറയാനുള്ളൂ, മറ്റുള്ള ആക്ടേഴ്സിനെ പോലെ ഒളിച്ചോടിയില്ല, ജയസൂര്യനെ പോലെ ഇത്ര ദിവസം വെയിറ്റ് ചെയ്തില്ല, ഫേസ്ബുക്കിന് ഇത് നിന്നില്ല, ആരും മുകേഷിനെ പോലെ വണ്ടി എടുത്ത് വിട്ടില്ല, ഒന്നും മുൻകൂർ ജാമ്യം അങ്ങനത്തെ ഒന്നും ചെയ്തില്ല. ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കും എന്നറിഞ്ഞിട്ടും നിവിൻ പോളി ഹി ഷോഡ് ദ കറേജ് ടു കം ഇൻ ഫ്രണ്ട് ഓഫ് പബ്ലിക്, അഡ്രസ് എ പബ്ലിക്, വിച്ച് ഇസ് എ വെരി കീ തിങ്. കാരണം എന്താ വെച്ചാൽ മറ്റേ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് കോൺഫിഡൻസിൽ മുഖത്തോക്കി സംസാരിച്ചിട്ട് ഞാനിതിലില്ല, അത് നിയമ നടപടി നേരിടും, ഇതിന് മാനനഷ്ടത്തിന് പോവും, ഏതറ്റം വരെയും പോവും എന്നുള്ള രീതിയിൽ നിവിൻ പോളി പറയണമെന്നുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് വിത്ത് ഹിം. അയാളുടെ കയ്യിൽ എന്തെങ്കിലും ചെറിയ സംഗതി ഇല്ലാതെ അയാൾ അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംഗതി അയാളുടെ അടുത്ത് കറക്റ്റായിട്ടുള്ള അയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന സംഗതികൾ, അയാളുടെ അടുത്തും തെളിവുകളില്ല എന്ന് പറയുന്നു അല്ലേ. രണ്ടാളത്തും തെളിവില്ല, ആരുടെ അടുത്തും തെളിവില്ല, ഒരു തേങ്ങയില്ല. ഇനി ഇതിൻ്റെയൊക്കെ ഒരു ഫൈനൽ പോസിബിലിറ്റി ഞാൻ പറയട്ടെ. എൻ്റെ ഒരു പ്രകാരം പല കേസും സ്പ്രൗട്ട്, ഈ മഴ പെയ്താൽ മുളയ്ക്കുന്ന തകരകളൊക്കെ എന്താ പറയുക അങ്ങനെ സാധനം ഉണ്ടല്ലോ, അതൊക്കെ മുളച്ച് വരുന്ന പോലെ പല കേസും അവിടുന്ന് ഇവിടുന്ന് പൊന്തി വരുന്നുണ്ട്. ഇതൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഡൈല്യൂട്ട് ചെയ്യാനാണോ എന്ന് എനിക്ക് മാത്രമല്ല പല ആൾക്കാരും സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ കേസ് ഇതൊക്കെ വിരന്നുണ്ടാക്കണതാണോ എന്നറിയില്ല.
ഇപ്പം എന്താ ഇതിൽ ഇതിൽ യഥാർത്ഥത്തിൽ മറിഞ്ഞു നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു? നിയമ കമ്മീഷന് യഥാർത്ഥ സംഗതികൾ വരുന്നതിന് മുന്നേ എൻ്റെ ഒരു പോസിബിലിറ്റി മാത്രം ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര പേര് യോജിക്കുന്നു കമൻറ്റ് ചെയ്യും. അതായത് ഇങ്ങനെ ഒരു സംഭവം വരുന്നു, അതായത് ഇങ്ങനെ യഥാർത്ഥ ആൾക്കാർ പറയണം നീ അവനെതിരെ ആരോപിക്കും ഇവനെതിരെ ആരോപിക്കും, അങ്ങനെ കുറേ ആരോപണങ്ങൾ വരുന്നു. ഫൈനലി ഇതിനൊന്നും തെളിവില്ല പറയുമ്പോൾ ചീറ്റി പോകുന്നു. അപ്പോൾ പൊതുവേ ഇതൊരു തട്ടിപ്പാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിയമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് പോലും തട്ടിപ്പാണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഇൻഫറൻസിലേക്ക് പോകുന്നതിനുണ്ടോ, അതോ അത് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണോ എന്ന് എനിക്കൊരു തോന്നിയ സംശയം മാത്രം നിങ്ങളായിട്ട് ഞാൻ സംശയപ്രകാരം ഞാൻ ഷെയർ ചെയ്യുന്നു. എന്തായാലേ പരീക്ഷയ്ക്ക് പോലും ഇങ്ങനെ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചിട്ടില്ല ഒന്നും. പഠിച്ചല്ല കേട്ടോ, സംഗതി കേട്ട സമയത്ത് അങ്ങനെ, പക്ഷെ എനിക്ക് ആദ്യം ഇത് കണ്ട സമയത്ത് കണക്ഷൻ കിട്ടിയില്ല, ആദ്യം ക്ലിയർ ആയില്ല. ഈ സ്ത്രീ ഭരണകൂടം ഇവിടെയൊക്കെ ലൂപ്പ് ഹോൾസ്. ഞാൻ ആ വീഡിയോ ഒപ്പം പ്ലേ ചെയ്ത് റിയാക്ട് ചെയ്തെങ്കിൽ 1.5 മണിക്കൂർ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആ ഒരു 35 മിനിറ്റ് ആരുണ്ട് സംഗതി നോക്കുകയാണെങ്കിൽ ഇവരെ ഓരോരോ ക്വസ്റ്റ്യൻസ് അവർ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സിനും ഒരു സാധാരണക്കാരൻ എന്നുള്ള കണ്ടീഷൻ തന്നെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷേ ആ ചോദ്യങ്ങളൊന്നും നമുക്ക് ആരോടും ചോദിക്കാനോ പരിപാടി കാര്യങ്ങളില്ല. എന്താണെന്നുള്ള അറിയില്ല. ഒരു സംഗതി ആരോട് പറഞ്ഞൊരു ഡയലോഗുകൾ കേട്ടോ എന്നുള്ള അറിയില്ല. നിങ്ങളെ ഞാൻ തൽക്കാലം വേറൊരു പേരും വിളിക്കുന്നില്ല, നിങ്ങളെ ഞാൻ എം എന്ന് വിളിക്കുന്നു. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും പേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നാളെ യഥാർത്ഥത്തിൽ ആ ഒരു പേരിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് പേര്. സത്യമാണ് കേട്ടോ, ഓരോ പേരിൽ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാറുണ്ടെങ്കിൽ അവരൊന്നും അനുഭവിച്ചിട്ട് കാര്യങ്ങൾ നമ്മൾ ഡയലൂട്ട് ചെയ്ത് സംസാരിക്കില്ല കേട്ടോ. ദേ മേ ബി വെരി കറക്റ്റ്, 100% കറക്റ്റ് ആയിരിക്കാം. നിവിൻ പോളി എന്നല്ല, ഇതിൽ ഏതൊക്കെയോ പൊട്ടൻ ചേട്ടനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുട്ടണോ ഏതൊക്കെയോ മുട്ടനൊക്കെ കണ്ടു. ഇങ്ങനത്തെ ടീമാണെങ്കിൽ ഇത് എവിടെയും ശ്രദ്ധിക്കാത്ത പോകുന്നൊരു കേസ് ഇന്ന് നിവിൻ പോളി എന്ന് പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻറ്റ് അതിൽ വന്നോടുകൂടി ശ്രദ്ധിക്കപ്പെടുന്നു. ആ ഇൻഗ്രീഡിയൻറ്റ് ശരിക്കും അതിലുള്ളതാണോ ഇടേണ്ടതാണോ എന്ന് നമുക്കറിയില്ല. അതല്ല ഇനി എന്തെങ്കിലും കാരണത്തിന് വേണ്ടിയിട്ട് ഇതിനെ പിടിച്ച് ഇതിലിട്ടാണോന്ന് അറിയില്ല. ഇതൊക്കെ ഇവർ തെളിയിക്കട്ടെ. അതല്ല അതൊക്കെ ഒരു വെറും ഫാബ്രിക്കേറ്റ് ചെയ്ത് നിയമ കമ്മിറ്റി റിപ്പോർട്ടിന് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള അറിയില്ല. ഒരു കാര്യം പറയണം, ഇന്ന് സത്യം ഈ ചങ്ങാതിരെ അവരെ കാര്യങ്ങൾ ഈ മാപ്രകളെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ ഡൂയിങ് ഇറ്റ് വെരി ഗുഡ്. അവർ TRPക്ക് എന്തിനു വേണ്ടിയിട്ടായിക്കോട്ടെ ന്യൂസിന് വേണ്ടിയിട്ട്, പക്ഷെ അവരെന്നെ കൊണ്ടുവരുന്ന ന്യൂസ് അവരെന്നെ തിരിച്ചു പൊട്ടിക്കുന്നുണ്ട്. ആ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും മാധ്യമങ്ങളല്ല, ഇതൊന്നും അറിയാണ്ട് കട്ട ഗോസിപ്പ് പടച്ചു വിടുന്ന കുറച്ച് ടീംസ് ഉണ്ട്. പക്ഷെ അവർക്കാണ് വ്യൂസ് കേട്ടോ. 2, 3, 5, 6 ലക്ഷം 1.5 മില്യനൊക്കെ ഓരോരുത്തർക്ക് വ്യൂസ്. പച്ച അപരാധം പറഞ്ഞിരുന്നുണ്ടാക്കുന്ന ആൾക്കാർ. ഓക്കെ, ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ. ഇതൊക്കെ അവർ സംസാരിച്ചതിൻ്റെ ബാക്കിയുള്ളതാണ്, ഞാൻ കൈ നിട്ടിട്ടില്ല കേട്ടോ. ഇത് ടേക്ക് കെയർ.